ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മലയോര പട്ടയം വിവരശേഖരണത്തിലൂടെ കേരളത്തിൽ സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. തൃശൂരിൽ നടന്ന മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. സ്കൂൾ പാചകപ്പുര നവീകരണ പദ്ധതി കയ്പമംഗലത്ത് പൂർത്തിയായി. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ആവശ്യപ്പെട്ട എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും പാചകപ്പുര നവീകരണ പദ്ധതി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പൂർത്തിയാക്കുന്നത്. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇന്നലെ രാത്രിയും ഇന്നുമായാണ് വെറ്റിലപ്പാറയിൽ വിവിധ ഇടങ്ങളിൽ കാട്ടാന കൃഷി നശിപ്പിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മലയോര പട്ടയം വിവരശേഖരണത്തിലൂടെ കേരളത്തിൽ സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. തൃശൂരിൽ നടന്ന മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനഭൂമിയിൽ കുടിയേറിയ കർഷകർക്ക് പട്ടയത്തിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്ന പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഊർജിതമായ ഇടപെടൽ നടത്തിയെന്ന് ചടങ്ങിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ച വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. പുതിയ അപേക്ഷ വാങ്ങുന്നതിനും വാങ്ങിയ അപേക്ഷ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും വകുപ്പിന്റെ എല്ലാ പിന്തുണയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. മാതാമംഗലം വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഉണ്ണികൃഷ്ണൻ, PP രവീന്ദ്രൻ, ഇന്ദിര മോഹൻ, ശ്രീവിദ്യ രാജേഷ്, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ A കൗശികൻ, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, ADM T മുരളി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. സ്കൂൾ പാചകപ്പുര നവീകരണ പദ്ധതി കയ്പമംഗലത്ത് പൂർത്തിയായി. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ആവശ്യപ്പെട്ട എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും പാചകപ്പുര നവീകരണ പദ്ധതി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പൂർത്തിയാക്കുന്നത്. 3 ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയ പദ്ധതിയിൽ ആദ്യഘട്ടം 23 സ്കൂളുകൾക്ക് 92 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. രണ്ടാം ഘട്ടത്തിൽ 14 സ്കൂളുകൾക്കായി 95 ലക്ഷം രൂപ അനുവദിച്ചു. മൂന്നാം ഘട്ടത്തിൽ 7 ഹൈസ്കൂളുകൾക്കായി 70 ലക്ഷം രൂപയും അനുവദിച്ചതോടെ കയ്പമംഗലം മണ്ഡലത്തിൽ ആവശ്യപ്പെട്ട എല്ലാ പൊതുവിദ്യാലയങ്ങളിലെയും പാചകപ്പുരയുടെ നിർമ്മാണം പൂർത്തീകരിച്ചെന്ന് ET ടൈസൺ MLA പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം എന്ന കാഴ്ചപ്പാടാണ് ഇത്തരം പദ്ധതി ആവിഷ്കരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പാചകപ്പുരയുടെ പൂർത്തീകരണ ഉദ്ഘാടനം മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറർ ഫാദർ ഷൈജിൻ കളത്തിൽ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, PTA പ്രസിഡന്റ് അബ്ദുൾ അസീസ്, പ്രധാനാധ്യാപകൻ മുജീബ് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇന്നലെ രാത്രിയും ഇന്നുമായാണ് വെറ്റിലപ്പാറയിൽ വിവിധ ഇടങ്ങളിൽ കാട്ടാന കൃഷി നശിപ്പിച്ചത്. വെറ്റിലപ്പാറ സ്വദേശി തൈവളപ്പിൽ അശോകൻ എന്നയാളുടെ 150-ലേറെ കുലച്ച വാഴകൾ നശിപ്പിച്ചു. പലയിടങ്ങളിലായി തെങ്ങുകളും വാഴകളും മറ്റു കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ വനപാലകരുടെ സംഘമെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനകളെ തുരത്തിയത്. കൃഷിയിടങ്ങളിൽ ആനകൾ കയറുന്നത് തടയാൻ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. മീഡിയ ടൈം, അതിരപ്പിള്ളി. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും വീണ് യുവാവ് മരിച്ചു. കിള്ളിമംഗലത്ത് പ്രവർത്തിച്ചു വരുന്ന ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പുതിയ കെട്ടിടത്തിൽ നിന്നും വീണ് യുവാവ് മരിച്ചു. ചാലക്കുടി സ്വദേശി സതീഷാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. കോളേജിലെ പോളിഷിംഗ് പണികൾക്കായി വന്നതായിരുന്നു സതീഷ്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കോളേജ് കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്നും താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. സതീഷ് ഉൾപ്പെടെയുള്ള 5 അംഗ സംഘം പുതിയ കോളേജ് കെട്ടിടത്തിലെ പെയിന്റിംഗ് പോളിഷിംഗ് ജോലികൾക്കായി ഒരാഴ്ചയോളമായി താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്നുവെന്ന് പറയുന്നു. കെട്ടിടത്തിലെ വീതിയുള്ള പാരപ്പറ്റിൽ ഫോൺ ചെയ്ത് കിടക്കുകയായിരുന്ന സതീഷ് പെട്ടെന്ന് താഴേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു.
മീഡിയ ടൈം തൃശൂർ. ഇനി നാട്ടിൽ നടന്നതാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന പുത്തഞ്ചിറ ഈസ്റ്റ് പള്ളി സന്ദർശിക്കാനെത്തിയ വൈദികനെയും സംഘത്തെയും ഒരു വിഭാഗം ആളുകൾ തടഞ്ഞുവെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തിയതായി ഫ്രട്ടേണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫെയ്ത്ത് സംഘടനാ ഭാരവാഹികൾ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ 18-ാം തീയതി സംഘടനാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ അതിൻ്റെ രക്ഷാധികാരിയാണ്. ഞാനൊന്നും ചെയ്ത കാര്യം ഇവരൊക്കെ വന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ കുറവേലുണ്ട്. ആരൊക്കെ സംഘടനാംഗങ്ങളാണ്, ആരൊക്കെ ഇടവക്കാരാണ്, അത് രണ്ട് വിഭാഗങ്ങളും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇപ്പോഴും അറിയില്ല ആരൊക്കെയാണ് അനുകൂലികൾ പ്രതികളാണ്. ഞാൻ ചെന്ന ആദ്യം വികാരിച്ചങ്ങാണ് പരിചയക്കാരാണ്. എൻ്റെ ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് ഒരിക്കൽ ഒരു പട്ടത്തിന് ചെന്നപ്പോൾ അച്ഛൻ പള്ളിമണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓടിമ്പോൾ നോക്കിയാൽ കാണാം. നമ്മൾ ഞാനവിടെ താഴ്ത്തു കണ്ടു എന്ന് പറഞ്ഞു പിരിഞ്ഞ. പിന്നെ ഇന്ന് ഈ 18-ാം തീയതി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പണിയൊന്നും കാണാൻ വേണ്ടി പോകുന്നതാണ്. അച്ഛൻ ആരെയും നിയോഗിച്ചതാണ്. അയ്യോ ഒരു നിയോഗമില്ല, ഒരു മാൻഡേറ്റും ഇല്ല. വളരെ ഫ്രീ ആയിട്ട് കാണാൻ വിചാരിച്ചു പോകുന്നതാണ്. അച്ഛൻ പറഞ്ഞു ശരി താഴ്ത്തു പോയോ കാണാം, വേറെ പ്രശ്നമൊന്നുമില്ല, പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അതേ ഒരു പരിപാടിക്കാർക്കായിരുന്നു. ഞാനും അവിടെ പോയി കണ്ടു. കുറച്ച് പേരൊക്കെ വന്നു. അത് കഴിഞ്ഞ് പേര് വന്നപ്പോൾ അവിടെ ഉള്ളവരോട് ഞാൻ പറഞ്ഞു ഞാൻ പോവാ, ഈ സംബന്ധിച്ച കാര്യം. ഞാൻ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള റിട്ടയർഡ് ആർച്ച് ബിഷപ്പ് ജോർജ് പാനിയോട് അദ്ദേഹത്തെ പരിചയം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് ഫാദർ ജോൺ കവലക്കാട് സീനിയറും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനാ ഭാരവാഹികളും ചേർന്ന് പുത്തഞ്ചിറ ഈസ്റ്റ് പള്ളിയിൽ സന്ദർശിക്കാനെത്തിയത്. കുറ്റവാളികൾ ഓടുന്ന പോലെ വൈദികനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നാണ് സംഘടനയുടെ ആരോപണം. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഭാരവാഹികളായ ഫാദർ ജോൺ കവലക്കാട്ട്, ഡോക്ടർ MP ആന്റണി, VV പൗലോസ് ആവശ്യപ്പെട്ടു. നാരായണമംഗലത്ത് മദ്യവിൽപ്പന പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു. പുല്ലൂറ്റ് നാരായണമംഗലം പാറക്കൽ വീട്ടിൽ നിതിനാണ് രക്ഷപ്പെട്ടത്. അന്നമനട മുരളീധരമാരാരുടെ കീഴിൽ പഞ്ചവാദ്യത്തിൽ പരിശീലനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. അന്നമനട സർക്കാർ UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ KI ഇക്ബാൽ, മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ KA ബൈജു, മുരളീധരൻ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ തൃശൂർ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണം ചാലക്കുടിയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ഗിരീഷ് കീർത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് OS റഷീദ് അധ്യക്ഷനായി. TA മണികണ്ഠൻ, PD ജെറി, K ബാലചന്ദ്രൻ, PS സുദീപ്, രഘുകുമാർ മധുരക്കാരൻ, MK ടൈറ്റസ് തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ CITU കുടുംബ സംഗമവും ആദരവും നടത്തി. ഹരിതകർമ്മസേന ജില്ലാ പ്രസിഡന്റ് A സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. റസോജ ഹരിദാസ് അധ്യക്ഷനായി. CITU ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. CITU ഏരിയ പ്രസിഡന്റ് MG കിരൺ, MA അനിൽകുമാർ, നസീല സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് 25 രൂപ കൂടി. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 1806 രൂപ 50 പൈസയായി ഉയർന്നു. 1781 രൂപ 50 പൈസയായിരുന്നു ഇന്നലെ വരെയുള്ള വില. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. തുടർച്ചയായ രണ്ടാം തവണയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം 1-ന് 15 രൂപ കൂട്ടിയിരുന്നു. എണ്ണ കമ്പനികൾ എല്ലാ മാസവും 1-ാം തീയതിയാണ് വില പുതുക്കി നിശ്ചയിക്കുന്നത്. ഡിസംബർ, ജനുവരി മാസങ്ങളിലായി വാണിജ്യ സിലിണ്ടർ വിലയിൽ 45 രൂപ കുറവ് വരുത്തിയിരുന്നു. പുല്ലൂറ്റ് ഗവൺമെന്റ് LP സ്കൂൾ 113ാമത് വാർഷികം ആഘോഷിച്ചു. എൻഡോമെന്റ് വിതരണം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, സമ്മാനദാനം എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റുകളുടെ വിതരണം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, നഗരസഭാ കൗൺസിലർമാരായ C നന്ദകുമാർ, അനിത ബാബു, PTA പ്രസിഡന്റ് ജാസ്മിൻ താഹ, SMC ചെയർപേഴ്സൺ ലത സുശീൽ, TA നൌഷാദ്, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ട്രീസ ബിജി എന്നിവർ സംസാരിച്ചു.
കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് കൊടുങ്ങല്ലൂരിൽ വിതരണം ചെയ്തു. കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ നടന്ന അരി വിതരണം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് KS വിനോദ്, KR വിദ്യാസാഗർ, LK മനോജ്, VG ഉണ്ണികൃഷ്ണൻ, പ്രദീപ്, ഷാജൻ, പ്രജീഷ് ചള്ളിയിൽ, TS സജീവൻ, രശ്മി ബാബു, PK സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ അരി വിതരണത്തിന് നേതൃത്വം നൽകി. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് LP സ്കൂളിൽ പഠനോത്സവം ആഘോഷിച്ചു. സ്കൂൾ ലീഡർ മാസ്റ്റർ അമാൻ VB സംസ്ഥാന ഫലമായ ചക്ക മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മാള BBC സെബി പല്ലിശ്ശേരി വിശിഷ്ടാതിഥിയായിരുന്നു. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടികൾക്ക് സെബി പല്ലിശ്ശേരി ബർത്ത്ഡേ തൊപ്പി വെച്ച് ആഘോഷം നടത്തി. ബെസ്റ്റ് അധ്യാപികയ്ക്കുള്ള MV ഡാനിയൽ മാസ്റ്റർ അവാർഡ് ലഭിച്ച സെന്റ് മേരീസ് LP സ്കൂളിലെ അധ്യാപിക K ജെമി ജോസിനെ ചടങ്ങിൽ അഭിനന്ദിച്ചു. തുടർന്ന് PTA നേതൃത്വത്തിൽ സദ്യയും പായസ വിതരണവും നടത്തി. കഥകളാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്, അതായത് ഇഗ്നേഷനിൽ നിന്ന് ഇമോഷനിലേക്കുള്ള യാത്ര എന്ന് സിനിമാ സംവിധായകനും അഭിനേതാവും ടോം ഇമ്മട്ടി പറഞ്ഞു. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ യൂത്ത് ഫെസ്റ്റിവൽ ആരോഹം 2024 ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജിലെ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ആൻഡ്രോ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള, ജോയിന്റ് ആർട്സ് സെക്രട്ടറി ആദിത്യ കേശവൻ, ആരോഹം ആർട്സ് ഫാക്കൽറ്റി ഇൻചാർജ് മിസ് അഞ്ജു ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ഫാക്കൽറ്റീസിന്റെ നൃത്താവതരണത്തോടെ കലാമത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു. സ്റ്റുഡൻസ് കൗൺസിൽ മീഡിയ ഡയറക്ടർ ഫാദർ അനൂപ് കോലങ്കണ്ണി, മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ വിഷ്ണു രാജൻ എന്നിവർ നേതൃത്വം നൽകി. തിരുമുക്കുളം ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ശ്രീമദ് മഹാശിവപുരാണ ഏകാദശയാഹ യജ്ഞം തുടരുകയാണ്. 4ാം ദിവസം പാർവതി സ്വയംവരമായിരുന്നു പാരായണ ഭാഗം. തുടർന്ന് ദീപാരാധന, ഭജന എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. യജ്ഞം മാർച്ച് 7 സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മലയോര പട്ടയം വിവരശേഖരണത്തിലൂടെ കേരളത്തിൽ സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ. തൃശൂരിൽ നടന്ന മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. സ്കൂൾ പാചകപ്പുര നവീകരണ പദ്ധതി കയ്പമംഗലത്ത് പൂർത്തിയായി. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ആവശ്യപ്പെട്ട എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും പാചകപ്പുര നവീകരണ പദ്ധതി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പൂർത്തിയാക്കുന്നത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇന്നലെ രാത്രിയും ഇന്നുമായാണ് വെറ്റിലപ്പാറയിൽ വിവിധ ഇടങ്ങളിൽ കാട്ടാന കൃഷി നശിപ്പിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.